ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മോർണിംഗ് നമുക്ക് ഭയങ്കര റഷുള്ളൊരു ദിവസമായിരുന്നു. രാവിലെ ഒന്ന് കോന്നി വരെയൊക്കെ പോകേണ്ടി വന്നായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാൾ ഇന്ന് ദുബൈക്ക് പോവാണേ. അവൾ തിരുവനന്തപുരംകാരിയാണ്. കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കണം, അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പല പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അവൾക്കാണെങ്കിൽ എറണാകുളത്ത് നിന്നായിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ട് അവൾ ഈ വഴി തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ അവൾ എത്തുന്ന സമയത്തേക്ക് നമ്മൾ കോന്നിക്ക് ചെന്നായിരുന്നു. പിന്നെ അവളെ ചെന്നു കണ്ടു, കുറേ നേരം സംസാരിച്ചൊക്കെ നിന്നു. പിന്നെ അവൾക്ക് ലേറ്റ് ആവും എന്നുള്ളത് കൊണ്ട് പിന്നെ അവരങ്ങ് പോയി. നമ്മൾ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് വന്നേ. അപ്പോൾ ഈ നേരത്തെ പോയതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ജസ്റ്റ് ഒരു കോഫി കുടിച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ എവിടെയെങ്കിലും കയറി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ നമ്മൾ ഒരു ബേക്കറിയിൽ കയറി കോഫിയും നല്ല ചൂട് പപ്സും ഒക്കെ കഴിച്ചു. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് പപ്സൊക്കെ കൊണ്ടുവന്ന ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. ഇന്നപ്പോൾ ഇസുവിന് മത്തങ്ങയും ക്യാരറ്റും കൂടി കൊടുക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഞാനങ്ങനെ എല്ലാ ദിവസമൊന്നും ഇസുവിന് വേറെ ഫുഡ് കൊടുക്കാറില്ല. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഞാൻ പൊതുവെ അവന് ഫുഡ് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ എന്നും കൊടുത്ത് വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു, പിന്നെ കഴിച്ചില്ലെങ്കിലോ. അതുപോലെ ഓരോ ദിവസം കൊടുക്കുമ്പോഴും ഓരോ വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഒരു സാധനം തന്നെ കഴിച്ച് അവന് മടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ കഴിക്കത്തില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ ഇസുവിനുള്ള ഫുഡ് കുക്കറിൽ വേഗം വെച്ചിട്ടുണ്ടേ. ഇന്നലെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ ക്ലീൻ ചെയ്ത് കൊഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് അത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുറേ ആലോചിച്ചു. നല്ല മൂഡൊന്നും ഇല്ലായിരുന്നു ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനൊന്നും. കൊഞ്ച് ക്ലീൻ ആയതുകൊണ്ട് തന്നെ അധികം പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി എടുത്താൽ മാത്രം മതിയായിരുന്നു നമുക്ക്. തന്നെയുമല്ല, കൊഞ്ച് ബിരിയാണി വെക്കുന്ന റെസിപ്പി ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് തന്നെ ഇട്ട് വെറുപ്പിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാനൊരു തട്ടിക്കൂട്ട് കുക്കറിൽ അങ്ങ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് ബിരിയാണി വെക്കുന്നത് കുറേ സമയം എടുക്കുന്ന പരിപാടി ആയതുകൊണ്ടും തീരെ മൂടില്ലാത്തതുകൊണ്ടും വേണ്ടാന്ന് വെച്ചു. പിന്നെ ഈ തട്ടിക്കൂട്ട് പരിപാടി തന്നെ ശരണം. അങ്ങനെ കുക്കർ ബിരിയാണിക്കുള്ള എല്ലാം സെറ്റാക്കി അതും ഞാനൊരു വിധം അടുപ്പയിലാക്കി. അതിനുശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് കുളിച്ചിട്ട് വന്നേക്കാന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഒന്ന് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴേക്ക് ഇസുവിൻ്റെ ഫുഡും എൻ്റെ ഫുഡും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇസുവിനെ പോയി നോക്കിയപ്പോൾ ആൾ എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കമായിരുന്നു പാവം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ആൾ എഴുന്നേക്കട്ടെ എന്ന് വിചാരിച്ചു. അവനുള്ള ഫുഡ് കൊടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അവൻ എഴുന്നേക്കുന്ന ടൈം കൊണ്ട് ബാക്കിയുള്ള കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഞാനങ്ങ് തീർത്തു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എഴുന്നേറ്റ് വന്നു. അവനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് അവനെ കളിക്കാനൊക്കെ ഒന്ന് നിലത്തിട്ടിട്ട് ഞാൻ പോയി എൻ്റെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും കഴിക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാധാരണ ബിരിയാണി വെക്കുന്നതിനെക്കാട്ടി എനിക്കിതാ ഇങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ കബ്സയൊക്കെ പോലത്തെ. ശരിക്കും ഇങ്ങനെ വെക്കുന്ന ബിരിയാണി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ കുളിക്കാൻ പോയ ടൈമിലത്തേക്ക് അമ്മ ഉള്ളിയൊക്കെ അരിഞ്ഞ് സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി ഞാൻ എന്നാൽ ചോറൊക്കെ കഴിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പൊതുവെ ഭയങ്കര ക്ഷീണമാണല്ലോ. അപ്പോൾ ഞാൻ നൈസായിട്ട് ഇസുവിനെയും കൂടി വിളിച്ച് ഒന്ന് പോയി കിടന്ന് ഉറങ്ങി കുറച്ച് നേരം കൂടി. അപ്പോൾ ശരി ഗൈസ്, നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ.